ഈ വിഷുക്കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ മലയാളിയിൽ റിയൽ കേരള സ്റ്റോറി എന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. അതായത് ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരു മനുഷ്യനെ ഒരു തടവറയിൽ നിന്ന് വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ 34 കോടി രൂപ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി കൊണ്ട് സ്വരൂപിച്ച ഒരു മനുഷ്യ സമൂഹമാണ് മലയാളികൾ. എന്തായാലും റിയാദിലെ ജയിലിൽ നിന്ന് അദ്ദേഹം മോചിതനാകാൻ പോകുന്നു. കൂടി വന്നാൽ ഒരു 8 ആഴ്ച, അതിനപ്പുറം പോകാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ ഈ സൗദിയിലെ വൃത്തങ്ങൾ പറയുന്നത്. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു, ആ വീട്ടിലെ ഉമ്മയൊക്കെ കണ്ടു, പ്രേക്ഷകർ കണ്ടതാണ്. അതിൻ്റെ തത്സമയ പരിപാടി ഒക്കെ തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അപ്പോൾ അബ്ദുൾ റഹീമിന് സ്വന്തമായിട്ടൊരു വീടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇക്കാര്യം ഞാൻ MA യൂസഫിയുടെ ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതും ഒരു നല്ല കാര്യമാണ്. ഒരുപക്ഷെ 18 കൊല്ലത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം ഈ ഫറൂഖിൽ എത്തുമ്പോൾ സ്വന്തമായിട്ടൊരു വീടും അദ്ദേഹത്തിന് കിട്ടുന്നു എന്നറിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് ജീവിക്കാനൊക്കെ സഹായങ്ങളൊക്കെ ബോച്ചെ പോലുള്ള ചിലരൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വഴി തുറക്കുന്നു അദ്ദേഹത്തിന് എല്ലാ രീതിയിലും. ഈ 18 കൊല്ലത്തെ ജയിലിലെ യാതനയ്ക്ക് അവസാനം ഉണ്ടായി ചില വഴികൾ തുറക്കുന്നു. പ്രേക്ഷകരെ, പ്രമുഖ വ്യവസായി ശ്രീ MA യൂസഫ് അലി നമുക്കൊപ്പം തത്സമയം ചേരുകയാണിപ്പോൾ. നമസ്കാരം. അങ്ങിപ്പോൾ UK യിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. UK യിലെ ജോലിയുടെ ഭാഗം വല്ലതും ആണോ, വല്ല വിനോദയാത്രയാണോ? അബ്ദുൾ റഹീമിൻ്റെ വീട്ടിൽ പോയിരുന്നു, ഉമ്മയെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ കണ്ട കാര്യം എന്ന് വെച്ചാൽ വലിയ വൈകാതെ 1-2 മാസങ്ങൾക്കകം ഇദ്ദേഹത്തിനെ മടക്കി കൊണ്ടുവരാൻ കഴിയും. അങ്ങേക്ക് കുറച്ചുകൂടെ ഗൾഫ് നാട്ടിലെ നിയമങ്ങളെക്കുറിച്ച് ബോധമുള്ള ആളാണല്ലോ. അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രൊസീജിയർ എത്രമാത്രം പ്രയാസകരമാണ്? എംബസി എന്താ ചെയ്യുന്നത് നോക്കാം. ഞാൻ അവിടുത്തെ സംഘടനാ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്ത് ബുദ്ധിമുട്ട് ഒഫീഷ്യലായിട്ട് വരുന്നു, എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഏത് സമയത്ത് അവർക്കുണ്ടാവും. അതുകൂടാതെ ഞാൻ എന്റെ ഡയറക്ടർ ഷെയ്യുമായിട്ട് ഇപ്പോൾ വീണ്ടും സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വരുമ്പോ അദ്ദേഹത്തിന് ഒരു വീട് ഞാൻ വെച്ചു കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 കൊല്ലമായിട്ട് ജയിലുണ്ടായിരുന്ന ആളല്ലേ. അപ്പൊ ഇനി ജീവിതം ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അതിനു വേണ്ടി അദ്ദേഹത്തിന് ഫർദർ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാം. അതിന്റെ കംപ്ലീറ്റ് ബഡ്ജറ്റ് അതൊക്കെ അവരുടെ ആൾക്കാരോട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നതാണ്. ഒരു വീട് അങ്ങ് വെച്ചു കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അങ്ങേക്ക് ആ കാര്യത്തിൽ ഒരു മഹാമനസ്ക തോന്നി ഞങ്ങളുടെ നന്ദിയും. കഴിഞ്ഞ 24 ഇതിനകത്ത് കുറെ സ്ട്രെയിൻ എടുത്തിരുന്നു. 24 ഞാൻ പ്രത്യേകം നന്ദി. നിങ്ങൾ ഇങ്ങനത്തെ മനുഷ്യോപകാരപ്രദമായ മനുഷ്യത്വപരമായ ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് നിങ്ങൾ ചാനൽ ചെയ്യുന്നു എന്നുള്ളത് വെറും രാഷ്ട്രീയവും തല്ലും തകരാറും കൊലയും മാത്രമല്ല, ഇങ്ങനത്തെ നല്ല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എസ്കിയോട് പേഴ്സണലായിട്ട് യു ആർ എ വെരി ഡിയർ ഫ്രണ്ട് ഓഫ് മൈൻ. പേഴ്സണലി ഞാൻ അതിൽ താങ്ക്ഫുൾ ആണ്.